ഇന്ത്യയുടെ പരമാധികാരത്തിനും അഖണ്ഡതയ്ക്കും വെല്ലുവിളി ഉയർത്തുന്ന ഭീകരവാദം എന്ന വിപത്തിനെ വേരോടെ പിഴുതെറിയാൻ ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പ്രഥമ സമഗ്ര ഭീകരവിരുദ്ധ നയമാണ് പ്രഹർ. തീവ്രവാദത്തോട് ഒട്ടും വിട്ടുവീഴ്ചയില്ല എന്ന നയം കേവലം ഒരു മുദ്രാവാക്യമല്ലെന്നും അത് രാജ്യത്തിന്റെ സുരക്ഷാ തന്ത്രത്തിന്റെ ആണിക്കല്ലാണെന്നും ഈ നയരേഖ വ്യക്തമാക്കുന്നു. ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ ഈ ദീർഘവീക്ഷണമുള്ള പദ്ധതി മാറുന്ന കാലത്തെ ഭീകരവാദ രീതികളെ പ്രതിരോധിക്കാൻ സജ്ജമാണ്. കഴിഞ്ഞ ദശകങ്ങളിൽ ഇന്ത്യ അഭിമുഖീകരിച്ച ഭീകരവാദ ഭീഷണികൾ പലപ്പോഴും അയൽരാജ്യങ്ങളിൽ നിന്നുള്ള സ്പോൺസേഡ് തീവ്രവാദമോ അല്ലെങ്കിൽ അതിർത്തി കടന്നുള്ള നുഴഞ്ഞുകയറ്റമോ ആയിരുന്നു. എന്നാൽ ഇന്ന് സൈബർ ഇടങ്ങളിലൂടെയും തദ്ദേശീയമായി രൂപപ്പെടുന്ന തീവ്ര ചിന്താഗതികളിലൂടെയും ഭീകരവാദം പുതിയ രൂപങ്ങൾ കൈകൊള്ളുന്നു. ഈ സാഹചര്യത്തിലാണ് ചിതറിക്കിടക്കുന്ന സുരക്ഷാ ഏജൻസികളെയും നിയമങ്ങളെയും ഒരൊറ്റ കുടക്കീഴിൽ കൊണ്ടുവന്ന് ശക്തമായ ഒരു പ്രഹരശേഷി കൈവരിക്കാൻ പ്രഹർ വിഭാവനം ചെയ്തിരിക്കുന്നത്. രാജ്യത്തെ പൗരന്മാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നതാണ് സർക്കാരിന്റെ പരമപ്രധാനമായ കടമ. ഇതിനായി കേവലം പ്രതിരോധം മാത്രമല്ല, ശത്രുവിന്റെ നീക്കങ്ങൾ മുൻകൂട്ടി കണ്ടവ തടയുന്ന രീതിയിലേക്ക് സുരക്ഷാ സേനകളെ മാറ്റിയെടുക്കുക എന്നതാണ് ഈ നയത്തിന്റെ ലക്ഷ്യം. പ്രഹർ നയത്തെ പ്രധാനമായും 5 മേഖലകളായി തിരിക്കാം. ഭീകരവാദത്തിന്റെ രക്തധമനികളാണ് പണം. സാമ്പത്തിക സ്രോതസ്സുകൾ അടച്ചാൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ സ്വാഭാവികമായും നിലയ്ക്കും. ഭീകരവിരുദ്ധമായ പണമിടപാടുകൾ കണ്ടെത്തുന്നതിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, ഫിനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റ് എന്നിവയെ കൂടുതൽ ശാക്തീകരിക്കും. ആധുനിക കാലത്ത് ഭീകരർ പണം കൈമാറാൻ ഉപയോഗിക്കുന്ന ഡിജിറ്റൽ കറൻസികളെയും ഡാർക്ക് വെബിനെയും നിരീക്ഷിക്കാൻ പ്രത്യേക വിങ്ങുകൾ രൂപീകരിക്കും. ചാരിറ്റിയുടെ പേരിൽ വിദേശത്തു നിന്ന് പണം സ്വീകരിച്ച ഭീകരവാദത്തിന് ഉപയോഗിക്കുന്ന സംഘടനകളെ കർശനമായി നിയന്ത്രിക്കും. യുദ്ധമുറകൾ മാറുമ്പോൾ പ്രതിരോധവും മാറണം. സംശയാസ്പദമായ നീക്കങ്ങൾ, ശബ്ദ സന്ദേശങ്ങൾ, ഇന്റർനെറ്റ് സെർച്ചുകൾ എന്നിവ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് വിശകലനം ചെയ്ത് ആക്രമണങ്ങൾ മുൻകൂട്ടി തടയും. അതിർത്തി കടന്നുള്ള ഡ്രോൺ ഭീഷണികളെ നേരിടാൻ ആന്റി ഡ്രോൺ സാങ്കേതിക വിദ്യ എല്ലാ സെൻസിറ്റീവ് മേഖലകളിലും സ്ഥാപിക്കും. സോഷ്യൽ മീഡിയ വഴി യുവാക്കളെ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കുന്നത് തടയാൻ കർശനമായി സൈബർ പെട്രോളിംഗും നടത്തും. തോക്കുകൾ കൊണ്ട് മാത്രം ഭീകരതയെ തോൽപ്പിക്കാനാവില്ല, ആശയങ്ങൾ കൊണ്ട് തോൽപ്പിക്കണം. തീവ്രവാദ ചിന്താഗതിയിലേക്ക് ആകൃഷ്ടരാകുന്ന യുവാക്കളെ കണ്ടെത്തി അവരെ ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ കൗൺസിലിംഗ് പ്രോഗ്രാമുകൾ നടത്തും. സ്കൂളുകളിലും കോളേജുകളിലും ദേശീയതയെക്കുറിച്ചും സമാധാനപരമായ സഹവർത്തിത്വത്തെക്കുറിച്ചും അവബോധം നൽകും. പ്രാദേശിക ജനവിഭാഗങ്ങളെ സുരക്ഷാ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കും. വിവിധ ഏജൻസികൾ തമ്മിലുള്ള ആശയവിനിമയ വിടവ് പരിഹരിക്കാൻ നാഷണൽ ഗ്രിഡ് പോലുള്ള സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തും. റോ, IB, NIA, സംസ്ഥാന പോലീസ് സേനകൾ എന്നിവർക്കിടയിൽ തത്സമയ വിവര കൈമാറ്റം ഉറപ്പാക്കും. ഭീകരവാദം ഒരു ആഗോള പ്രശ്നമായതുകൊണ്ട് ഇന്ത്യ മറ്റ് രാജ്യങ്ങളുമായി ചേർന്ന് ഭീകരവാദികളെ കൈമാറുന്നതിനും വിദേശത്തുള്ള അവരുടെ താവളങ്ങൾ തകർക്കുന്നതിനും ഇന്റർപോൾ അടക്കമുള്ള ഏജൻസികളുമായി കൂടുതൽ ഊഷ്മളമായ ബന്ധം പുലർത്തും. പ്രഹർ നയരേഖയിൽ ഏറ്റവും ശ്രദ്ധേയമായ വശം ഭീകരതയെ ഏതെങ്കിലും മതവുമായോ വംശവുമായോ ബന്ധിപ്പിക്കുന്നതിനെ ഇന്ത്യ തള്ളിക്കളയുന്നു എന്നതാണ്. ഭീകരവാദത്തിന് ഒരു നിറമോ മതമോ ഇല്ലെന്ന് ഇന്ത്യ ലോകത്തോട് വിളിച്ചു പറയുന്നു. ഇതൊരു ആഗോള വിപത്താണ്. ഭീകരതയെ നല്ല ഭീകരത, ചീത്ത ഭീകരത എന്നിങ്ങനെ വേർതിരിച്ചു കാണുന്ന ഇരട്ടത്താപ്പിനെ ഇന്ത്യ ശക്തമായി എതിർക്കുന്നു. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ ഭീകരവാദത്തെ രാഷ്ട്രനയത്തിന്റെ ഭാഗമായി ഉപയോഗിക്കുന്നതിനെതിരെ നയരേഖ കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പ് നൽകുന്നു. മേഖലയിലെ അസ്ഥിരത പ്രയോജനപ്പെടുത്തി ഭീകരർക്ക് താവളം ഒരുക്കുന്ന രാജ്യങ്ങളെ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുത്താൻ ഇന്ത്യ നയതന്ത്രപരമായ നീക്കങ്ങൾ നടത്തും. ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടം ഇന്ത്യൻ ഭരണഘടനയ്ക്കും നിയമങ്ങൾക്കും ഉള്ളിൽ നിന്നുകൊണ്ടായിരിക്കും. നിലവിലുള്ള നിയമങ്ങളായ UAPA, NIA ആക്ട് എന്നിവയെ കൂടുതൽ ഫലപ്രദമായി ഉപയോഗിക്കും. കുറ്റവാളികൾക്ക് ശിക്ഷ ഉറപ്പാക്കുന്നതിനായി അതിവേഗ കോടതികൾ സ്ഥാപിക്കുകയും തെളിവ് ശേഖരണത്തിൽ ശാസ്ത്രീയ രീതികൾ അവലംബിക്കുകയും ചെയ്യും. ഭീകരവാദ പ്രവർത്തനങ്ങൾ ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ പിന്നോട്ടടിക്കുന്നു. വിദേശ നിക്ഷേപങ്ങൾ വരാൻ രാജ്യം സുരക്ഷിതമാണെന്ന തോന്നൽ ഉണ്ടാകണം. പ്രഹർ നടപ്പിലാക്കുന്നതിലൂടെ ഇന്ത്യയിൽ സമാധാനപരമായ അന്തരീക്ഷം നിലനിൽക്കുകയും ഇത് രാജ്യത്തിന്റെ വികസനത്തിന് ആക്കം കൂട്ടുകയും ചെയ്യും. ടൂറിസം, വ്യവസായം തുടങ്ങിയ മേഖലകളിൽ ഇത് വലിയ പുരോഗതി ഉണ്ടാക്കും. ഇത്രയും വലിയൊരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ ചില വെല്ലുവിളികളുമുണ്ട്. ഭീകരർ എൻക്രിപ്റ്റഡ് സന്ദേശങ്ങൾ ഉപയോഗിക്കുന്നത് കണ്ടെത്തുക വളരെയധികം പ്രയാസകരമാണ്. ഇതിനായി സൈബർ വിദഗ്ധരുടെ ഒരു വൻ പടയെ തന്നെ സർക്കാർ സജ്ജമാക്കുന്നുണ്ട്. കാടുകളും മലകളും നിറഞ്ഞ അതിർത്തികളിൽ നിരീക്ഷണം ശക്തമാക്കാൻ കൂടുതൽ സാറ്റലൈറ്റ് ഇമേജിംഗ് സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തും. സുരക്ഷാ നടപടികൾക്കിടയിൽ സാധാരണക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ജുഡീഷ്യൽ മേൽനോട്ടം ഉണ്ടാകും. പ്രഹർ എന്നത് കേവലം ഒരു രേഖയല്ല, മറിച്ച് ഇന്ത്യയുടെ ആത്മവിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ്. ഭീകരർക്ക് ഇന്ത്യയിൽ ഒരിടത്തും താവളം ഉണ്ടാകില്ലെന്ന വ്യക്തമായ സന്ദേശം ഇത് നൽകുന്നു. ഭാവിയിൽ അതിന്യൂനതമായ കമ്പ്യൂട്ടറിംഗ്, പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ കൂടി ഈ നയത്തിന്റെ ഭാഗമാകും. ഭീകരതയുടെ ഇരകളായ കുടുംബങ്ങളോട് സഹതപിക്കുക മാത്രമല്ല, അവർക്ക് നീതി ഉറപ്പാക്കാനും പ്രഹർ പ്രതിജ്ഞാബദ്ധമാണ്. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ സമാധാനത്തിന്റെ വാക്താവാണെങ്കിലും സ്വന്തം ജനതയുടെ സുരക്ഷയുടെ കാര്യത്തിൽ ഇടിമുഴക്കം പോലെ ആഞ്ഞടിക്കുമെന്നതാണ് പ്രഹർ എന്ന പേര് അർത്ഥമാക്കുന്നത്. ഭീകരവാദം എന്ന അർബുദത്തെ ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്യാനുള്ള ഇന്ത്യയുടെ ശ്രമമാണ് പ്രഹർ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും വിവിധ സുരക്ഷാ ഏജൻസികളുടെയും പൊതുജനങ്ങളുടെയും കൂട്ടായ പരിശ്രമത്തിലൂടെ മാത്രമേ ഈ നയം പൂർണ്ണമായി വിജയിക്കൂ. ഭീകരവാദമില്ലാത്ത, ഭയമില്ലാത്ത ഒരു നവഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ പ്രഹർ ഒരു സുപ്രധാനമായ പങ്ക് വഹിക്കുമെന്നതിലും സംശയമില്ല.
ഈ പദ്ധതിയിലൂടെ ഇന്ത്യ ലോകത്തിന് നൽകുന്ന സന്ദേശവും വ്യക്തമാണ്. സമാധാനം ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പക്ഷെ സുരക്ഷയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല.